നമസ്കാരം. പാകിസ്ഥാൻ വർഷങ്ങളായി ഇന്ത്യൻ മണ്ണിൽ നടത്തിയ അതിക്രമങ്ങൾ അനവധി. കാശ്മീർ അതിർത്തിയിൽ തീവ്രവാദികളെ കടത്തിവിടൽ, ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കൽ, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എന്നിവയ്ക്ക് പാകിസ്ഥാൻ ഉത്തരവാദിയാണ്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളോടും അവരുടെ ബന്ധം ക്രൂരതയുടെയും വഞ്ചനയുടെയും പ്രതീകമായിരുന്നു. ഇത്തരത്തിലുള്ള രാജ്യത്തിന് മോദിയെ പോലുള്ള ഒരു നേതാവിന്റെ ഉറച്ച മറുപടി ലഭിച്ചത് പഹൽഗാമിൽ കാണിച്ച നെറികളോടെയായിരുന്നു. ഇപ്പോൾ കുടിവെള്ളം മുട്ടി പാകിസ്ഥാനികൾ തൊണ്ട പൊട്ടിച്ചാവുന്ന അവസ്ഥയിൽ കൃഷിഭൂമി തരിശായി വെറും മരുഭൂമിയായി വിശന്നു ചാവുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. സിന്ധു നദീ ജല കരാർ താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെച്ചതിനു ശേഷം രൂക്ഷമായ ജലക്ഷാമ ഭീഷണി നേരിടുന്ന പാകിസ്ഥാനിലെ 80% കൃഷിയും നാശത്തിന്റെ വക്കിലാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. നിലവിൽ സിന്ധു നദിയിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകൾക്ക് 30 ദിവസത്തെ ജലം മാത്രമേ സംഭരിക്കാൻ കഴിയൂ. സിന്ധു നദിയിലെ ഒഴുക്ക് ഇന്ത്യ തടയുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്താൽ പാകിസ്ഥാനിലെ ജനസാന്ദ്രതയേറിയ സമതലങ്ങൾ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് ശൈത്യകാലത്തും വേനൽക്കാലത്തും. പാകിസ്ഥാനിലെ ജലസേചന കൃഷിയുടെ 80% സിന്ധു നദീ ജലത്തെയാണ് ആശ്രയിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ശിക്ഷാ നടപടികളായാണ് ഈ വർഷം ഏപ്രിൽ 22-ന് സിന്ധു നദീ ജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത്. നദികളുടെ ഒഴുക്ക് പൂർണ്ണമായി തടയാൻ പരിമിതികൾ ഉണ്ട് എങ്കിലും ചെറിയ തടസ്സങ്ങൾ പോലും പാകിസ്ഥാന്റെ കാർഷിക മേഖലയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 2025 മെയ്യിൽ ചിനാബ് നദിയിലെ സലാൽ, ബഹ്ലിഹാർ അണക്കെട്ടുകളിൽ പാകിസ്ഥാൻ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാതെ ഇന്ത്യ റിസർവോയർ ഫ്ലഷിംഗ് നടത്തിയപ്പോൾ ആഘാതം വലുതായിരുന്നു. പിന്നീട് ഇന്ത്യ അണക്കെട്ടടച്ചപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബിലുള്ള ചിനാബ് നദിയുടെ പല ഭാഗങ്ങളും ദിവസങ്ങളോളം വറ്റി വരേണ്ടതായും പിന്നീട് അണക്കെട്ട് വീണ്ടും തുറന്നപ്പോൾ വെള്ളത്തോടൊപ്പം ചെളിയും പ്രവഹിക്കുന്നതായിരുന്നു. 1960-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിന്ധു നദീ ജല കരാർ പ്രകാരം ഇൻഡസ് നദിയിലെ 6 നദികളിൽ 3 ജലാവകാശം പാകിസ്ഥാന് നൽകിയിരുന്നു. അതായത് ഇന്ത്യക്ക് തന്നെ ഉത്ഭവമുള്ള നദികളിൽ നിന്നുള്ള വൻ ജലവിഭവം പാകിസ്ഥാൻ സൗജന്യമായി ഉപയോഗിച്ചു. ഇന്ത്യയുടെ ദയയും സഹിഷ്ണുതയും കൊണ്ടാണ് ഈ കരാർ ഇത്രയും കാലം നീണ്ടുപോയത്. എന്നാൽ പാകിസ്ഥാൻ ഈ സൗഹൃദത്തിന് പുല്ലിന്റെ വില കൽപ്പിച്ചുകൊണ്ട് അതിനെല്ലാം തീവ്രവാദം, അതിർത്തി അതിക്രമങ്ങൾ, തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവ വളർത്തി ഇന്ത്യയെ നിരന്തരം ആക്രമിച്ചു. ഇന്ത്യയുടെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് ശക്തമായ വിദേശ നയവും ദേശീയ അഭിമാനവും മുൻനിർത്തിയുള്ള രാജ്യമായി മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷയും പൗരന്മാരുടെ സുരക്ഷിതത്വവും മുൻനിർത്തിയാണ് സിന്ധു നദീ ജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത്. പാകിസ്ഥാൻ ചെയ്തു കൂട്ടുന്ന നെറികേടുകൾ ആലോചിക്കുമ്പോൾ മോദി സർക്കാരിന്റെ തീരുമാനം ഒരു ശിക്ഷാ നടപടിയല്ല, മറിച്ച് ദേശീയ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണെന്നത് വ്യക്തമാണ്. പാകിസ്ഥാനിലെ പ്രധാന കൃഷികളായ ഗോതമ്പ്, നെല്ല്, പഞ്ചസാര, പരുത്തി തുടങ്ങിയവ എല്ലാം സിന്ധു നദീ ജലത്തിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇന്ത്യ ജലപ്രവാഹം നിയന്ത്രിച്ചതോടെ അവിടുത്തെ കർഷകർ നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചയാണ്. ജലസേചന പദ്ധതികൾ തകരാറിലായതോടെ ലക്ഷക്കണക്കിന് കർഷകർ തൊഴിൽ നഷ്ടത്തിനും പട്ടിണിക്കും ഇരയാകുന്നു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ തന്നെ അപകടത്തിലായി. എന്നാൽ ഇതിന് ഉത്തരവാദി ഇന്ത്യയല്ല, മറിച്ച് പാകിസ്ഥാന്റെ തന്നെ സ്വന്തം അനാസ്ഥയും ശത്രുതാപരമായ നയങ്ങളുമാണ്. ഇന്ത്യ ഒരിക്കലും യുദ്ധാനുരാഗിയായ രാജ്യമല്ല. പക്ഷേ നീതിക്ക് വേണ്ടി ശക്തി പ്രയോഗിക്കേണ്ട സാഹചര്യം വന്നാൽ ഇന്ത്യ പിന്മാറില്ല എന്ന് മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ജലവും ഭൂവും എല്ലാം ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കാണ്, വികസനത്തിന് വേണ്ടിയാണ്. പാകിസ്ഥാനെ അത് രാഷ്ട്രീയ ആയുധമാക്കുന്നെങ്കിൽ അതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച